ഇപ്പോൾ കുന്നംകുളത്തുനിന്ന് സുന്ദർലാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, നാട്ടുകാരനാണ്. സുന്ദർലാൽ, അവിടെ എത്ര സമയത്തോടു കൂടിയാണ് ഈ കുലുക്കം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? എങ്ങനെയായിരുന്നു അത്? അതിൻ്റെ ഒരു 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 അനുഭവം എങ്ങനെയായിരുന്നു? 15 കൂടിയിട്ടാണ് കുലുക്കം അനുഭവപ്പെട്ടത്. ഭൂമിക്കടിയിൽ നിന്നും ഇടിമുഴക്കം പോലുള്ളൊരു ശബ്ദവും ഒപ്പം തന്നെ ഒരു വിറയലും, വൈദ്യുതാഘാതമേറ്റ പോലുള്ളൊരു വിറയലാണ് ഉണ്ടായത്. ഏകദേശം ഒരു 3 സെക്കൻഡോളം നേരം അത് നീണ്ടു നിന്നു. ഈ കുന്നംകുളം ഭാഗത്ത്, അതേപോലെ തന്നെ പാറയംപാടം, പഴഞ്ഞി, കാട്ടകാമ്പാൽ, പോർക്കുളം, കേച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതൽ ഭൂചലനം അനുഭവപ്പെട്ടത്. എരുമപ്പെട്ടി പഞ്ചായത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ചലനം വളരെ ഒരു നേരിയ തോതിലായിരുന്നു. താങ്കൾ ആ സമയം വീട്ടിനകത്തായിരുന്നു? ആ, വീട്ടിനകത്തായിരുന്നു. ആ സമയം വീട്ടുകാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയോ സമീപത്തൊക്കെ? നമ്മുടെ വീട്ടില് അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളില് അന്വേഷിച്ച് നോക്കുമ്പോൾ പലരും ഭയപ്പെട്ടിട്ട് അതെന്താണാവോ സംഭവം എന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. അതേ സമയം തന്നെ ഈ പക്ഷികളൊക്കെ മരത്തിന്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് പറന്നകന്നു. അത്ര ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു അല്പസമയം കഴിഞ്ഞപ്പോഴേക്കാണ് നിങ്ങൾക്ക് ഇതൊരു ഭൂചലനമാണോ എന്നുള്ള സംശയം തോന്നിയത്, അല്ലേ? അല്ല, എന്നെ സംബന്ധിച്ച് ഭൂചലനം നേരത്തെ ഉണ്ടാവാറുണ്ട്. ദേശമംഗലം കേന്ദ്രീകരിച്ചിട്ട് ഭൂചലനം ഉണ്ടാവാറുണ്ട്. അത് എരുമപ്പെട്ടി ഭാഗത്തൊക്കെ അനുഭവപ്പെടാറുണ്ട്. ദേശമംഗലം ഇതേ സമയം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേശമംഗലം ഭാഗത്ത് ഇത്തവണ ഭൂചലനം വലിയ കാര്യമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. താങ്കളുടെ ഏരിയയിലൊക്കെ മുമ്പും ഇത്തരത്തിൽ ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്? ആ ദേശമംഗലം കേന്ദ്രീകരിച്ച് ദേശമംഗലത്ത് തലശ്ശേരി കേന്ദ്രീകരിച്ച് ഒരു ഭൂചലനം നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അനുഭവങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നമുക്കത് ഭൂചലനം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. മുമ്പ് ഈ ഭൂചലനം അനുഭവപ്പെട്ടിരുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അന്വേഷണമോ ഒക്കെ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തിയിരുന്നു അന്ന്? അന്ന് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അന്വേഷണങ്ങൾ നടത്തി. അതിന്റെ ഭാഗമായിട്ട് തലശ്ശേരിയിൽ ഒരു ഭൂചലന മാപിനിയൊക്കെ സ്ഥാപിച്ചിരുന്നു. പിന്നീട് അത് അവിടുന്ന് മാറ്റി. ഇപ്പൊ പിച്ചിയിലുള്ള സിസ്മോഗ്രാഫിയിൽ നിന്നാണ് പിന്നെ വിവരങ്ങൾ ലഭിക്കുള്ളൂ. ശരി, നന്ദി ശ്രീ സുന്ദർലാൽ പ്രതികരിച്ചതിന് വേണ്ടി. അഖിലിലേക്ക് പോകുന്നു. അഖിൽ, ഇപ്പോൾ സുന്ദർലാൽ പറയുന്നതനുസരിച്ച് ആ ഭാഗങ്ങളിലൊക്കെ മുമ്പും നേരിയ ഭൂചലനം അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ കുലുക്കം അനുഭവപ്പെട്ടപ്പോൾ തന്നെ ഭൂചലനമാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി എന്തുകൊണ്ട് ആ ഭാഗങ്ങളിൽ ഇങ്ങനെ തുടർചലനം ഉണ്ടാവുന്നു എന്നുള്ള കാര്യത്തിൽ അന്വേഷണവും പഠനവും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ അഖിൽ? തീർച്ചയായും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ നീണ്ടു നിൽക്കുന്ന ഭൂചലനമാണെങ്കിൽ പോലും അത് അത്ര നിസ്സാരമായി കാണാൻ കാര്യമില്ല. കാരണം അതൊരു വലിയ ഒരു ഭൂ ഏരിയയിലേക്ക്, ഒരു ലാൻഡ്സ്കേപ്പ് വലിയൊരു ഏരിയയിൽ തന്നെ ഇത്തരത്തിൽ ഒരേ സമയത്ത് സമാന അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് നിസ്സാരവൽക്കരിക്കാൻ, അത് ചെറിയ സെക്കൻഡുകളാണെങ്കിൽ പോലും നിസ്സാരവൽക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ദേശീയ റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തി എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് അതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയ ഭൂചലനം തന്നെയാണ് ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടായത്. ശരി, പക്ഷെ അത് അത്ര നിസ്സാരവൽക്കരിക്കാനോ അല്ലെങ്കിൽ ഒരു നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. ഇതിന്റെ നടപടികളിലേക്ക് എന്തായാലും അല്പസമയത്തിനുള്ളിൽ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലേക്ക് തന്നെയായിരിക്കും ഒരു പോവുകയും ചെയ്യുക. എന്തായാലും വലിയ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അധിക സമയം നീണ്ടു നിൽക്കാതിരുന്നോ എന്തായാലും ഒരു ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ആളുകളെ അത് പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. കാരണം ഈ പെട്ടെന്നൊരു വലിയ ശബ്ദം, അതായത് വലിയൊരു ഇടിമുഴക്കമാണ് ആദ്യം കേട്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു കുലുക്കം സംഭവിച്ചത്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ തന്നെ വീഴുന്നു. അപ്പോൾ പല ആളുകളും ഭയം കൊണ്ട് വീടിന് പുറത്തേക്കൊക്കെ പെട്ടെന്ന് ഓടിപ്പോയ ആളുകളൊക്കെ തന്നെയുണ്ട്. പക്ഷെ അത് അധിക സമയം നീണ്ടു നിൽക്കാത്തതുകൊണ്ട് പെട്ടെന്ന്, പക്ഷേ ഈ സ്ഥിരം അനുഭവപ്പെട്ട ആളുകൾക്കാണ് ഇത്തരത്തിൽ അതൊരു ഭൂചലനമാണ് എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലായതെന്നുള്ളതാണ്. മറ്റു ചിലപ്പോൾ ആദ്യഘട്ടത്തിലേക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാതെ നിന്ന് പോയ ആളുകളൊക്കെ തന്നെ. കാരണം അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് എത്ര ചെറിയ ഒരു സമയമാണ് എന്നുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ ഇത് ഒരു ആശങ്ക നൽകുന്ന കാര്യം തന്നെയാണ്. പല പ്രദേശങ്ങളും ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നുള്ള സ്ഥലങ്ങളും കൂടി ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. പാലക്കാട് അതിർത്തിയിൽ തുടങ്ങി ഇവിടേക്ക് നന്ദു പറഞ്ഞത് മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപക്ഷെ ഈ പാലക്കാട് തിരുവിച്ചക്കോടൊക്കെ പാലക്കാട് അതിർത്തിയിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പാലക്കാട് ജില്ലയുടെ ആ ഒരു ഭാഗത്ത് തുടങ്ങി ഈ മുണ്ടൂര് വരെയുള്ള പ്രദേശത്തേക്ക് നീണ്ടു നിൽക്കുന്ന വലിയൊരു ബെൽറ്റിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. ശ്രീപതി, 3 സെക്കൻഡ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ എങ്കിലും ആളുകൾക്കിടയിൽ അത് വലിയ ആശങ്കയും പരിഭ്രാന്തിയും പരത്തിയിട്ടുണ്ട്. നന്ദഗോപാലിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. നന്ദഗോപാൽ, ഇതിപ്പോൾ നേരത്തെ സുന്ദർലാൽ
കുന്നംകുളത്തു നിന്നുള്ള നാട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ആ ഭാഗങ്ങളിലൊക്കെ നേരത്തെയും ഇങ്ങനെ തുടർചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ മുഴക്കവും ശബ്ദവും കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് തിരിച്ചറിയാൻ സാധിച്ചു, പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് സുന്ദർലാൽ പറയുകയാണ്. അപ്പോൾ ഈ തിരുമിറ്റക്കോട് ഭാഗങ്ങളിൽ മുമ്പ് ഈ കുന്നംകുളത്തൊക്കെ അനുഭവപ്പെട്ട സമയത്ത് മുൻപ് തിരുമിറ്റക്കോട് ഉണ്ടായിരുന്നോ ഭൂചലനം? അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ തുടർച്ചയായി ഇത്തരത്തിൽ മുൻപും ഈ ചെറിയ തരത്തിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ നാട്ടുകാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇതിൽ വേറെ നാശനഷ്ടങ്ങളോ വലിയ അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഗൗരവമുള്ള ഒരു വിഷയമാണ്, പ്രത്യേകിച്ചും നിരന്തരം ഇങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്, ഒരു പ്രത്യേക മേഖല കേന്ദ്രീകരിച്ച എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഭൂചലനം ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് റിക്ടർ സ്കെയിലിൽ ഏതാണ്ട് ഒരു 3 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ അത് വലിയ ഭൂചലനം അല്ലെങ്കിൽ പോലും അത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഏതായാലും നാട്ടുകാരൊക്കെ തന്നെ അവിടെ ഈ ഒരു ശബ്ദം കേട്ടാണ് ഇത് തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ഒരു 3 സെക്കൻഡ് മാത്രമാണ് നീണ്ടുനിന്നത്. ചെറിയൊരു കുലുക്കവും വലിയൊരു മുഴക്കവും കേട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി, പലരും സുരക്ഷിത സ്ഥാനത്തേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഈ ഭൂചലനം എന്ന് പറയുന്നത്. ശരി, നന്ദഗോപാലാണ് പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകി. എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെയും ചെറിയ ഭൂചലനം, ചെറിയ മുഴക്കം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർ ചലനമായിട്ടാണ് നാട്ടുകാർ തന്നെ ഇതിനെ കാണുന്നതെങ്കിൽ കൂടിയും ഒരു ശാസ്ത്രീയ പഠനവും ഒരു അന്വേഷണവും വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അഖിലും നന്ദഗോപാലുമാണ് വിശദാംശങ്ങൾ നൽകിയത്.